ഭീഷണി പ്രസംഗവുമായി സാമ്പത്തിക ക്രമക്കേടിൽ CPM അന്വേഷണം നേരിടുന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PK ഗോകുൽദാസ്. ഒരു വിഭാഗം പാർട്ടിക്കാർക്കും മാധ്യമങ്ങൾക്കുമെതിരെയാണ് ഭീഷണി മുഴക്കിയത്. അണഞ്ഞു കത്തുന്ന തീയൊന്ന് ആളിപ്പടർന്നാൽ എല്ലാ പിന്തിരിപ്പൻ ശക്തികളും കരിഞ്ഞുപോകും. ആളിക്കത്താൻ ഇടവരുത്തരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ഭീഷണി. CPMന്റെ പാർട്ടി ഓഫീസും പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ആളുകളിൽ നിന്നും പിരിച്ച പണത്തിൽ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസിനെതിരെ പാർട്ടി ജില്ലാ നേതൃത്വം അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇതിനായി 2 അംഗ കമ്മീഷനെയും നിയോഗിച്ചിരുന്നു. പിന്നാലെ കഴിഞ്ഞ ദിവസം ഗോകുൽദാസിനെതിരെ കോങ്ങാട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ ഉയർന്നു. ഇതോടെയാണ് ഒരു വിഭാഗം പാർട്ടിക്കാർക്കും മാധ്യമങ്ങൾക്കുമെതിരെ ഭീഷണിയുമായി ഗോകുൽദാസ് രംഗത്തെത്തിയിരിക്കുന്നത്. പിന്തിരിപ്പന്മാരുടെ കൈയും തലയും വെട്ടിയെടുത്ത് വരുന്ന ബാഹുബലിയുടെ ചിത്രം ഉണ്ടാകും. അങ്ങനെ വീണുപോകില്ലെന്ന് മാധ്യമങ്ങളും ഇരുട്ടിൽ പോസ്റ്റർ ഒട്ടിക്കുന്നവരും മനസ്സിലാക്കണം. കാരിരുമ്പിന്റെ ശക്തിയെ അതിന്റെ ഉള്ളിൽ അണഞ്ഞു കത്തുന്ന തീയിനെ കെടുത്താൻ ഒരു പിന്തിരിപ്പൻ ശക്തിക്കും കഴിയില്ല. അണഞ്ഞു കത്തുന്ന തീയൊന്ന് ആളിപ്പടർന്നാൽ എല്ലാ പിന്തിരിപ്പൻ ശക്തികളും കരിഞ്ഞു പോകും. ആളിക്കത്താൻ ഇടവരുത്തരുതെന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്ന് ഗോകുൽദാസ് ഭീഷണി പ്രസംഗത്തിൽ പറയുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ കാരിരുമ്പ് കരുത്തുള്ള ഇതിന്റെ ഉൾബലത്തെ ഉൾക്കരുത്തിനെ ഇതിന്റെ ഉള്ളിൽ പടർന്നു കയറുന്ന തീയിനെ അണഞ്ഞു കത്തുന്ന തീയിനെ കെടുത്താൻ ഒരു പിന്തിരിപ്പൻ ആശയങ്ങൾക്കും ആവില്ല. ഞങ്ങൾ ഉയർന്നു തന്നെ കത്തും. ജില്ലാ കമ്മിറ്റിയെ ഒറ്റുകൊടുക്കുന്നവർക്കും കട്ടപ്പമാർക്കും തൽക്കാലം വിജയിക്കാം. പക്ഷേ ബാഹുബലി ജയിക്കും. കട്ടപ്പമാർ പിന്നിൽ നിന്നും കുത്തുമ്പോഴും ബാഹുബലി ജയിച്ചുകൊണ്ടേയിരിക്കും. പിന്തിരിപ്പന്മാരുടെ കൈയും തലയും വെട്ടിയെടുത്ത് വരുന്ന ബാഹുബലിയുടെ ചിത്രമുണ്ടാവും. നിങ്ങളുടെ ഭീഷണികൾക്ക് മുൻപിൽ മുട്ടുമടക്കില്ല. തല കുനിക്കുമെന്ന് ഒരു പിന്തിരിപ്പന്മാരും മാധ്യമങ്ങളും വിചാരിക്കേണ്ട എന്നും പ്രസംഗത്തിൽ പറയുന്നുണ്ട്. കട്ടപ്പമാര് പിന്നൊന്ന് കുത്തുമ്പോഴും ബാഹുബലി വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും. വിസ്മയകരമായി നിങ്ങളുടെയൊക്കെ കേന്ദ്രങ്ങളെ മുട്ടുറപ്പിച്ചുകൊണ്ട് തലയിൽ ഈ പറയുന്ന പിന്തിരിപ്പന്മാരുടെ തലയൊക്കെ കയ്യിൽ വെട്ടിയെടുത്ത് നടന്നു വരുന്ന ബാഹുബലിയുടെ ചിത്രം ഉണ്ടല്ലോ, അതുണ്ടാവും. CPM നേതാക്കളായ K പ്രേംകുമാർ, TM ശശി എന്നിവരെയാണ് പാർട്ടി ഗോകുൽദാസിനെതിരായ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജനം, പാലക്കാട്.